ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് മത്തായി സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കർത്താവ് ഇടപെട്ടതുമായ ഒരു ചിന്ത ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഹല്ലേലൂയ, അതിൻ്റെ തന്നെ 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14 സംവത്സരവും, അതുപോലെ ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തുവോളം 14 സംവത്സരവും എന്നിങ്ങനെ അതിനകത്ത് പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രിയ ദൈവം വൈതലേ, എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ഈ ഭൂമിയിൽ അവതരിച്ചത് എല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പർപ്പസ് ആകുന്നു കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ദൈവം എല്ലാം അതിൻ്റെ സമയത്ത് ചന്തവും ഉചിതവുമായി ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും ഇന്നത്തെ തലമുറ ഹല്ലേലൂയ ചിന്തിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഭൂമിയും അതിലുള്ളതെല്ലാം ഹല്ലേലൂയ പണ്ടത്തെ പോലെ ഇപ്പോഴും നിലനിൽക്കുന്നു, ഭൂമിക്കൊരു അവസാനം വരുത്തില്ല എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ ഹല്ലേലൂയ, നോഹ, നീതിപ്രസംഗിയായ നോഹ 120 വർഷം താൻ ഹല്ലേലൂയ ദൈവവചനം ഹല്ലേലൂയ പ്രസംഗിച്ചിട്ടും ഹല്ലേലൂയ താൻ ഒരു പെട്ടകം നിർമ്മിച്ചിട്ടും ആരും വിശ്വസിച്ചില്ല. ഹല്ലേലൂയ കറക്റ്റ് സമയമായപ്പോൾ ഹല്ലേലൂയ ഭൂമിക്കടിയിൽ നിന്ന് നീരുറവകൾ ഹല്ലേലൂയ ഭൂമിക്കടിയിലെ ഉറവകൾ പൊട്ടി ആകാശത്തിലെ കിളിവാതിലുകളിൽ നിന്നും കർത്താവേ നിറഞ്ഞ് കവിയുന്ന, ഭൂമി മുഴുവനും ജലപ്രളയം കൊണ്ട് നിറയുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മുഴുവൻ മനുഷ്യരും സസ്യങ്ങളും മൃഗങ്ങളും സകലതും നശിച്ചു പോകുന്ന ഒരു കാലഘട്ടം. നോഹയും നോഹയുടെ കുടുംബവും മാത്രം രക്ഷപ്പെട്ടു പോയ ഒരു കാലഘട്ടം. പ്രിയരെ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ദൈവത്തിന് ഹല്ലേലൂയ നിങ്ങൾ ദൈവവചനം പറയുന്ന പോലെ ഹല്ലേലൂയ ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം എന്ന് പോലും, അല്ലെങ്കിൽ 1000 സംവത്സരം ഒരു സംവത്സരം പോലെയുമാണ്. ഹല്ലേലൂയ. കർത്താവിന് എല്ലാത്തിനും കണക്കുണ്ട്. ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വാക്യം ശ്രദ്ധിക്കാൻ പറ്റും: എല്ലാം പിന്നെയും, അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർത്തുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. ഹല്ലേലൂയ. കാലസമ്പൂർണതയിൽ ഹല്ലേലൂയ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, എനിക്ക് പറയാനുള്ളത് നിനക്ക് വേണ്ടി, നിന്റെ പാപക്കറകൾക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ തൻ്റെ ശരീരം ഹല്ലേലൂയ യാഗമായി ഏൽപ്പിച്ചു. ഹല്ലേലൂയ ആ 3 ആണികളിൽ തറയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ സകല മാനവജാതിയുടെയും പാപക്കറകൾക്ക് വേണ്ടി തൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ഹൃദയം കൊണ്ട് ആ കർത്താവിൻ്റെ വ്യവസ്ഥകളെ ഹല്ലേലൂയ കർത്താവിൻ്റെ ഹിതത്തെ നാം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്രയധികം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, അല്ലെങ്കിൽ ഭൂമിയിലുള്ള മനുഷ്യർ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഈ ജീവിതം ഓരോ ദിവസവും തള്ളി നിൽക്കുമ്പോൾ എൻ്റെ പ്രിയ പൈതലെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആ കർത്താവിനെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങപ്പെടുവാൻ, അല്ലെങ്കിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ആ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ, ഈ ദൈവവചനം ധ്യാനിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.